അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജിസ്ന. ഞാനിവിടെ പ്രൈവറ്റിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആദ്യത്തെ ഒരു തവണ പ്രോമെട്രിക് എക്സാം എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാലയെ കുറിച്ച് അറിയുന്നതും എനിക്ക് ബാബുബ്രദറിൻ്റെ നമ്പർ കിട്ടുന്നതൊക്കെ. അപ്പം ഞാൻ ബാബുബ്രദറിനെ വിളിച്ചു. അപ്പോൾ ബാബുബ്രദറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കാനും പിന്നെ ഇവിടെ ജപമാലയിൽ വന്ന് പങ്കെടുക്കാനും പറഞ്ഞു. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ അബാസിയിൽ വന്ന് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതൊക്കെ അങ്ങനെ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 അഖണ്ഡ ജപമാലയിൽ ഞാൻ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ അന്ന് എക്സാമിന് പോകുന്നതിൻ്റെ ആ ദിവസം ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ എനിക്ക് എക്സാം ആണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ബ്രദർ എനിക്കൊരു സാക്ഷ്യം അയച്ചു തന്നു. അന്നേരം ഞാൻ ആ സാക്ഷ്യമൊക്കെ കേട്ടിട്ട് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു എക്സാമിന് കയറുന്നതിന് മുന്നേ 7 വിശ്വാസ പ്രമാണം ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ വണ്ടിക്ക് പോവാം. അപ്പോൾ ആ വണ്ടിക്ക് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ എന്ന് വിചാരിച്ചു അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒന്നും ഒരു ഇത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ടോക്ക് ആരോ ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തിട്ടതാ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടി അമ്മ നിന്നെ ഒരിക്കലും തോൽക്കാൻ സമ്മതിക്കില്ല എന്ന് കിട്ടി. അപ്പം ഞാൻ ആ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേ തപ്പിയിട്ടും എനിക്ക് ആ സാക്ഷ്യം കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പം അതുപോലെ തന്നെ വേറൊരു ടോക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടി, അമ്മ നിന്റെ കൂടെ ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഈ എക്സാമിന് ഞാൻ പാസ്സാകും. അങ്ങനെ ഭയങ്കര എനിക്ക് എന്തോ ഒരു ധൈര്യം അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ധൈര്യത്തോടെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോയത്. അപ്പം ആ ജാക്കറ്റിന്റെ 2 പിന്നെ പോക്കറ്റ് ഞാൻ ഉപ്പിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ ജാക്കറ്റിൽ നിന്ന് ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് മൗസിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ എക്സാം എഴുതിയെങ്കിലും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പോലും സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു, ഒരു 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരെണ്ണം പോലും അറിയത്തില്ല. ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയത് കൂടിയാണ്. പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ സെക്ഷൻ 75 എണ്ണമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോകും തോറും എനിക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ആ 75 എണ്ണം അറ്റൻഡ് ചെയ്തതിൽ എനിക്കൊന്നൊരു 10 എണ്ണം എനിക്ക് അറിയാമായിരിക്കും, ബാക്കി ഒരെണ്ണം പോലും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മാതാവിനോട് ചോദിച്ചു എന്തിനാ നീ എന്നെ പരീക്ഷിക്കുന്നേ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ആ വിഷയം പെട്ടെന്ന് തന്നെ എക്സാം എഴുതി കഴിഞ്ഞു. അത് എനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് ഇനി എനിക്ക് സമയം ബാക്കിയുണ്ട്. ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാം സമയം തീർന്നപ്പോൾ ഞാൻ വീണ്ടും മൗസിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇനി പോന്നു. ഞാൻ എക്സാം എഴുതി എന്താ പറയണ്ട കരഞ്ഞുകൊണ്ട് ഒരുപാട് ഞാൻ വിഷമിച്ചു. കാരണം എനിക്കിത് ഒരു വിശ്വാസം എവിടെയുണ്ട്, എന്നാലും കാരണം ഞാൻ എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വിശ്വാസം വിടാതെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വീണ്ടും ജപമാല എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടുള്ള ഇറ്റ് ഈസ് ബൈ ഗോഡ്സ് ഗ്രേസ്. അതോടൊപ്പം തന്നെ എനിക്ക് വന്ന് ഞാൻ ഈ ജപമാലയിൽ പങ്കെടുക്കാനും ഉടമ്പടിയൊക്കെ എടുത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനും പണ്ടൊക്കെ വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി അത്രയേ ഉള്ളൂ. അതിനോട് കൂടുതലായി ആഴത്തിൽ അങ്ങനെയൊന്നും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു ഞായറാഴ്ച പറ്റുന്ന ഒരു ദിവസം പോലും എനിക്ക് കുർബാന കാണാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് തരത്തിൽ അതുപോലെ ഒരു ഭക്തി വരികയും എനിക്ക് കൊന്ത ചെല്ലാനുള്ള ഒരു കഴിവ് കിട്ടുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എന്താ പറയുക അനുഭവിച്ചറിയാൻ പറ്റി. അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് പൈസ ക്ലിനിക്കിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അതും എനിക്ക് ആ എക്സാം എഴുതി അന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു 7:30 ആയപ്പോൾ ഞാൻ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ കിട്ടാനുള്ള എല്ലാ പൈസയും എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു. പിന്നെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ലൈസൻസ് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ MOH എക്സാം ഒക്കെ എഴുതിയ ആളാണ്. പക്ഷേ എങ്കിൽ എന്തോ നിർഭാഗ്യം എന്ന് പറയട്ടെ എൻ്റെ ലൈസൻസിന് എന്തോ പ്രോബ്ലമായി. എൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും ജോലിക്ക് കയറി.
അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചു, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമോ ഇത് എന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുവാണ്, അന്ന് എന്റെ ആ ലൈസൻസ് പോയത് നല്ലതിനാ. കാരണം എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിൽ വരാനും ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ച് ഇതിലായിരിക്കും. അപ്പം ഈശോയ്ക്കും മാതാവിനും എനിക്ക് നന്ദി, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു.